ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും പറഞ്ഞാണ് കോവിഡിന്റെ പുതിയ വകഭേദം വന്നു. അപ്പം നമുക്ക് കുറച്ച് പേർക്കെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു ആശങ്കകൾ ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ കുട്ടികളെ ബാധിക്കുമോ, ഇനി എന്താണ് കാര്യങ്ങൾ. എപ്പോഴും നമുക്ക് കുട്ടികളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ടെൻഷൻ കൂടുതലായിരിക്കും. അപ്പം അതിൻ്റെ കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വൈറസ് എന്ന് പറയുമ്പോൾ അതിന് ജനിതക മാറ്റങ്ങൾ അല്ലെങ്കിൽ മ്യൂട്ടേഷൻസ് വരും. അങ്ങനെ വന്ന ഒരു വകഭേദമാണ് ഇപ്പോൾ കണ്ടുവരുന്ന ഒമിക്രോൺ അല്ലെങ്കിൽ JN1 എന്നുള്ളത്. അത് വളരെ കൂടുതലായിട്ട് പടരാൻ ശേഷിയുള്ള ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് വിചാരിച്ച് പണ്ട് നമ്മൾ മുമ്പ് കണ്ടുകൊണ്ടിരുന്ന ചില സ്ട്രെയിൻസിനെ പോലെ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാളല്ല. ആകെ ഇതിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ആൾക്കാർ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, മറ്റ് സീരിയസ് ആയിട്ടുള്ള രോഗങ്ങളുള്ള ആൾക്കാർ, പ്രായാധിക്യമുള്ളവർ, ഇത്ര ആൾക്കാർ കുറച്ച് കൂടുതലൊന്ന് ശ്രദ്ധിക്കണം. എന്ന് വിചാരിച്ച് കുട്ടികൾ തീരെ ശ്രദ്ധിക്കേണ്ടതല്ല. നമ്മൾ കുറച്ച് ഒരു കെയർഫുൾ ആയിട്ടിരിക്കുക എന്നുള്ളൊരു ഇത് മാത്രം നിങ്ങൾ നിന്നാൽ മതിയെ. ഇനി ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഒത്തിരി വറീഡ് ആവേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനേക്കാളും മാരകമായ വേറെ കുറേ വൈറസുകൾ ഇതിൻ്റെ ഇടയിൽ വന്നു പോയിക്കൊണ്ടിരുന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ എത്ര കേസസ് ആണ് കാണുന്നത് കേട്ടോ. H1N1, അഡിനോ വൈറസ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ നമ്മുടെ ഇടയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് മാത്രമല്ലാത്ത ബാക്ടീരിയൽ ന്യൂമോണിയ അതൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിലൂടെ കുട്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിലവിലിരിക്കെ നമ്മൾ കോവിഡ് എന്ന് പറഞ്ഞിട്ട് വെറുതെ ടെൻഷൻ അടിക്കേണ്ട. ജസ്റ്റ് ബി കെയർഫുൾ. കുറച്ചൊന്ന് ശ്രദ്ധയോടെ ഇരിക്കാം. ഇപ്പോൾ കുട്ടികളിപ്പോൾ സ്കൂളൊക്കെ അടയ്ക്കാനായി, അപ്പോൾ മാസ്ക് ഒന്നൊന്ന് ശീലത്തിലേക്ക് കൊണ്ടുവന്നോളൂ. പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴും ഷോപ്പിങ്ങിനൊക്കെ പോകും. ഇനിയിപ്പോൾ ക്രിസ്മസ് പ്രോഗ്രാംസിൻ്റെ, ന്യൂ ഇയർ പ്രോഗ്രാംസിൻ്റെ ഒക്കെ തിരക്കാണ്. പോകുമ്പോൾ നിർബന്ധമായിട്ടും മാസ്ക് ഇടിപ്പിക്കാം. കൈ അവിടെ ഇവിടെയും തൊടാണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. കൈ ഒന്ന് ഇടയ്ക്ക് സാനിറ്റൈസർ വെച്ചിട്ട് ഇത് കഴുകുക. വീട്ടിൽ വന്നാലോ അല്ലെങ്കിൽ ടൈം കിട്ടുമ്പോഴോ ഒന്ന് കഴുകിക്ക് കൊടുക്കുകയും ചെയ്യാം. മാക്സിമം ആവശ്യമില്ലാത്ത ക്രൗഡ്സിൽ പോയി പെടാണ്ടിരിക്കുക. എന്ന് വിചാരിച്ച് എല്ലാ ഫംഗ്ഷനും അവോയ്ഡ് ചെയ്യണം എന്നല്ല പറയുന്നത്. അൺനെസസറി ആയിട്ടുള്ള ക്രൗഡ്സിൻ്റെ ഇടയിലേക്ക് പോവാതിരിക്കുക, കുട്ടികളെ കൊണ്ടുപോകാണ്ടിരിക്കുക. ഇത്ര മാത്രം നിങ്ങൾ ഒന്ന് മനസ്സ് വെച്ചാൽ മതി. അല്ലാതെ ഇതിനെക്കുറിച്ച് ഓർത്ത് വെറുതെ ടെൻഷൻ ആവണ്ട. ബിക്കോസ് നമുക്കറിയാം കോവിഡ് സമയത്ത് ആരോഗ്യം ബാധിച്ചതിനേക്കാൾ ഉപരി പലരുടെയും മാനസികാരോഗ്യം, ബാക്കി സാമ്പത്തിക കാര്യങ്ങളൊക്കെയാണ് വല്ലാതെ ബാധിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ലെവലിലേക്കൊന്നും പോവില്ല. നമ്മൾ ഫുള്ളി സജ്ജരാണ്. കുട്ടികൾക്ക് പനി, തൊണ്ടവേദന, ജലദോഷം, ചുമ, ശ്വാസമുട്ടൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കോളും. പഴയ മരുന്നുണ്ട്, അത് കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് നിൽക്കരുത്. കൊണ്ടുപോയി ഒന്ന് പരിശോധിപ്പിക്കാം. 3 ദിവസം കഴിഞ്ഞിട്ടും കുഞ്ഞിനെ മാറിയില്ല എന്ന് തോന്നുക, അല്ല ഇടയിൽ കുഞ്ഞ് വല്ലാണ്ട് ക്ഷീണിച്ചു പോവുക, അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി കാണിക്കാം. ഡോക്ടർ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ യാതൊരുവിധ മടിയും കൂടാതെ ടെസ്റ്റ് ചെയ്യാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം. അഡ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്മിറ്റ് ആക്കി 2 ദിവസം കൊണ്ട് നമ്മുടെ കുട്ടിയുടെ അസുഖം ഭേദമാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. ഇത്രയൊക്കെ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ. ഇനി ഒന്നും വരാത്ത കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചുകൂടി ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സ്, ഭക്ഷണങ്ങളൊക്കെ ഒന്നുകൂടി ബെറ്റർ ആക്കിയിട്ട് അവരുടെ പ്രതിരോധ ശേഷിയൊക്കെ ഒന്ന് കൂട്ടുക. 6 മാസത്തിലൊരിക്കൽ വിരയുടെ മരുന്ന് അല്ലെങ്കിൽ വേംസിൻ്റെ മരുന്ന് കൊടുക്കാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കൊടുക്കുക. കുട്ടികളെ പതുക്കെ ഒന്ന് ഹൈജീൻ പഠിപ്പിക്കുക. അത്രയൊക്കെ തന്നെ ചെയ്താൽ മതി. അല്ലാതെ നിങ്ങൾ ഈ കാര്യത്തിൽ യാതൊരുവിധ ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.